അമലി മോളെ, ഞാൻ കിടക്ക. നീ പപ്പ വന്നിട്ടല്ലേ കിടക്കുള്ളൂ? അതെ മമ്മി, നാളെ സയൻസ് എക്സാമാ, ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യണം. പപ്പയ്ക്ക് നീ ഫുഡ് എടുത്തു കൊടുക്കില്ലേ? ഓക്കെ മമ്മി. അപ്പൊ ഓക്കെ, ഓക്കെ, ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ്. ഹലോ, അമലോട് ഇതുവരെ കിടന്നില്ലേ? ഓ, യുവർ ഫേവറേറ്റ്. ഏതായാലും മോള് സമയമാകുമ്പോൾ ഡോർ ലോക്ക് ചെയ്ത് കിടന്നോ? സ്പെയർ കി എന്തെങ്കിലും ഉണ്ട്? ആ, അത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നമ്മുടെ സേവിയങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഫോൺ. ആ തന്നെ, ഞാൻ പറഞ്ഞിട്ടാ ഡിസ്ചാർജ് ചെയ്തത്. അവരമ്മയ്ക്ക് ഇത്തിരി കൂടുതലാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് കയറേണ്ടി വന്നു. അതെ, ഞാൻ ദേഹത്താറായി. മോളുറങ്ങിക്കോ. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്യാനേ. ഹലോ, ഡോക്ടർ പോൾ ഹിയർ. എന്താ, ഇതുവരെ പഠിപ്പൊന്നും കഴിഞ്ഞില്ലേ? ഇത് റിവൈസിംഗ് ആണോ അപ്പാ? ആഹാ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് മതി ഡ്രസ് മാറല്. ശരി, ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് സേവിയാറങ്ങളുടെ അമ്മയ്ക്ക്? ഏയ്, പ്രതീക്ഷിക്കുവാകിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഡിസ്ചാർജ് ചെയ്തത്. പ്രോപ്പർ ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തന്നെയല്ലേ നല്ലത്? ഏയ്, മെഡിസിനോട് പേഷ്യന്റ് റിയാക്ട് ചെയ്യുന്നില്ല. വീട്ടിലാകുമ്പോൾ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും പരിചരണവും കൂട്ടിനുണ്ടാകും. ഹോസ്പിറ്റലാകുമ്പോൾ അതൊന്നും കിട്ടില്ല. ആ അമ്മയ്ക്ക് ഇനിയുള്ള സമയം ശാന്തമായി ജീവിക്കാനുള്ള ഒരു ഔഷധം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്താ, ഇമ്പോർട്ടന്റ് മെഡിസിൻസ് വല്ലതും? യെസ്, ഇമ്പോർട്ടഡ് ഫ്രം ഹെവൻ. വെന്തിങ്ങ, മാതാവ് നമുക്ക് നൽകിയ സമ്മാനം. അയ്യേ, പപ്പ ഒരു ഡോക്ടർ അല്ലേ? എന്നിട്ട് ഇതുപോലുള്ള ഫേക്ക് ഹീലിംഗ് ടെക്നിക്സ് ഒക്കെ ബോറല്ലേ? ഫേക്ക് ഹീലിംഗ് ടെക്നിക്സ്? മോൾ എന്താ ഈ പറയണേ? സയൻസ് ഇത്ര പുരോഗമിച്ചിട്ടും മെഡിസിനും ട്രീറ്റ്മെന്റിനും പകരം വിശ്വാസത്തിന്റെ പേരിലുള്ള ഇത്തരം കാട്ടിക്കൂട്ടലുകളൊന്നും ഡോക്ടറായ പപ്പയ്ക്ക് ചേരുന്നതല്ല. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു ഉടമ്പടിയാ. മോൾക്ക് എന്തു വന്നാലും പപ്പയും അമ്മയും കൂടെ ഉണ്ടാകുമെന്നത് ഒരു വിശ്വാസല്ലേ? സൊല്യൂഷൻ ഒന്നുമില്ലെങ്കിലും ആ ഒരു വിശ്വാസം മോൾക്കൊരു ആശ്വാസമല്ലേ? അത് ശരിയാ. എന്നാലും വെന്തിങ്ങ എന്നൊക്കെ പറയുന്നത് അതൊരു അടയാളല്ലേ? അതിനെന്താ ശക്തിയുള്ളേ? അത് വെന്തിങ്ങയെ കുറിച്ച് അമൽ മോൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട് തോന്നുക. മാതാവ് നമുക്ക് നൽകിയ ഒരു നിധിയാണ് വെന്തിങ്ങ. ഉത്തിരിയമെന്നാണ് ശരിക്കും പറയാ. ഉത്തിരി എന്ന് വെച്ചാ അത് മേൽമുണ്ടെന്നല്ല അർത്ഥം? കറക്റ്റ്. അത്രയും വലിയൊരു ഉത്തിരിയം ഇന്ന് കാണുന്ന വെന്തിങ്ങയിലേക്ക് എത്തിയതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതിലൊഴിവാക്കാൻ പറ്റാത്ത രണ്ടുപേരും. ഒന്ന് മാതാവ്, നോ ഡൗട്ട്. വെറും മാതാവല്ല, പരിശുദ്ധ കർമ്മല മാതാവ്. പിന്നെ വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. 12-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ മധ്യസ്ഥതയിലും സംരക്ഷണയിലും പാലസ്തീനായിലുള്ള കാർമൽ മലയിൽ രൂപപ്പെട്ടതാണ് കർമ്മലീത്ത സഭ. കർമ്മലീത്ത സഭ പതുക്കെ പതുക്കെ ലോകമെങ്ങും വ്യാപിച്ചു. 1250കളിൽ ഈ കർമ്മലീത്ത സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്നു വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. അതീവ മാതൃഭക്തനായ സൈമൺ സ്റ്റോക്ക് എന്നും കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കും. കർമ്മലിത്ത സഭാംഗങ്ങളെല്ലാവരും അമ്മയുടെ ചൈതന്യത്തിലും ജീവിതവിശുദ്ധിയിലും ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി, കൂടാതെ അദ്ദേഹം തീക്ഷ്ണതയോടെ പ്രത്യേകമായി ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതെന്തിനായിരുന്നു? മാതാവിന്റെ പേരിലുള്ള കർമ്മലിത്ത സഭയ്ക്ക് എന്തെങ്കിലും ഒരു പ്രിവിലേജ്, ഒരു ആനുകൂല്യം നൽകി അനുഗ്രഹിക്കണമെന്ന്. എന്നിട്ട് അതിനുവേണ്ടി വിശുദ്ധൻ സ്ഥിരമായി ചൊല്ലിയ പ്രാർത്ഥന വിശ്വപ്രസിദ്ധമാണ്. കർമ്മലയിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലവുമായ തേജസ്സേ, നിത്യനിർമ്മല കന്യകയായിരുന്ന് ദൈവപുത്രനെ പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ, എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. അങ്ങ് എന്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമെന്ന വണ്ണം മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടു. ഇടതുകൈയിൽ ഉണ്ണീശോയും വലതുകൈയിൽ കർമ്മലൊത്തിരിയുമായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്.
1231 ജൂലൈ 16 ഇംഗ്ലണ്ടിലുള്ള എയിൽസ്ഫോർഡ് ആശ്രമത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഓ, അതുകൊണ്ടാണല്ലേ ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. യെസ്. പരിശുദ്ധ കർമ്മല മാതാവ് സൈമൺ സ്റ്റോക്കിന് ഉത്തിരിയം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ഉത്തിരിയം എന്റെ സ്നേഹത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമാണ്. ഇത് ധരിച്ച് മരിക്കുന്നവരുടെ ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല. അതോടെ സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗമായി ഉത്തിരിയം മാറി. എന്നാലും ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാനാവും? ആ വിശ്വാസം ബലപ്പെടുത്തുന്ന എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. 1322 യോഹന്നാൻ 22 മാർപ്പാപ്പയ്ക്ക് മാതാവ് ദർശനത്തിലൂടെ മറ്റൊരു വാഗ്ദാനം നൽകി. ഉത്തിരിയം ധരിച്ച് മരിച്ചവർ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ മരിച്ചതിന്റെ പിറ്റേ ശനിയാഴ്ച ഈശോയിൽ നിന്ന് ലഭിച്ച പ്രത്യേക വരങ്ങളാൽ ഞാൻ അവരെ പാപകടങ്ങൾ പുറത്ത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കും. ഇതൊക്കെ എനിക്ക് പുതിയ അറിവാ. അന്ന് ഇതൊക്കെ ആർക്കെങ്കിലും അറിയായിരുന്നോ? മാതാവിന്റെ സന്ദേശങ്ങൾ സമൂഹത്തിൽ പെട്ടെന്ന് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു. ഉത്തിരിയം വഴിയുള്ള അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഉത്തിരിയത്തിന്റെ ഒരു ചെറിയ പതിപ്പ് ആത്മായരായ ആളുകൾക്കും നൽകപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന വെന്തിങ്ങ ഉണ്ടായത്. ഈ വെന്തിങ്ങ എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായതാ? സ്കാപ്പുലർ എന്നാണ് ശരിക്കുള്ള പേര്. തോളിൽ തൂക്കിയിടുന്ന വസ്ത്രം. പോർച്ചുഗീസുകാരായ ഈശോ സഭാ വൈദികരാണ് ഉത്തിരിയം കേരള സഭയ്ക്ക് പരിചയപ്പെടുത്തിയത്. വെന്തിഞ്ഞോ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് വെന്തിങ് എന്ന പേരുണ്ടായത്. എന്നാലും വെന്തിങ്ങ ധരിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടായണ്ടാ? ഉണ്ടോന്നോ? ഉത്തിരിയം ലഭിച്ചതിന്റെ പിറ്റേന്ന് സൈമൺ സ്റ്റോക്ക് മരിക്കാറായ രോഗിയെ സന്ദർശിക്കാനിടയായി. കുറച്ച് റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ. പാപബോധമെന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലെന്ന് പറയാം. സൈമൺ തനിക്ക് ലഭിച്ച ഉത്തിരിയം ആ രോഗിയുടെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിനെ ടെസ്റ്റ് ചെയ്താണോ? അതോ മാതാവ് ഉണ്ടാക്കിയതാണെങ്കിലോ ഇങ്ങനെ ഒരു അവസരം? ഓ, ഉത്തിരിയത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ മനസ്സ് മാറി. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. സമാധാനത്തിൽ മരിക്കുകയും ചെയ്തു. ആ, അതാണ് വെന്തിങ്ങയെ പപ്പ ഔഷധമായി വ്യാഖ്യാനിച്ചത് അല്ലേ? വേറൊരു സംഭവം പറയാം. വിശുദ്ധ അൽഫോൻസ് ലിഗോറി എന്ന് കേട്ടിട്ടുണ്ടോ? ആ, അദ്ദേഹമല്ലേ റിഡംപ്റ്ററിസ്റ്റ് സഭ സ്ഥാപിച്ചത്? അതന്നെ. 1811 അദ്ദേഹം മരിച്ചതിന് ശേഷം നാമകരണ ചടങ്ങിനായി കുഴിമാടം തുറന്നപ്പോൾ എല്ലാം ദ്രവിച്ചു പോയിരുന്നു. എന്നാൽ വിശുദ്ധ അൽഫോൻസ് ലിഗോറി ധരിച്ചിരുന്ന വെന്തിങ്ങ മാത്രം ഒരു കേടും കൂടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത് റിഡംപ്റ്ററിസ്റ്റ് സഭയുടെ റോമിലെ വിശുദ്ധ അൽഫോൻസ് ലിഗോറിയുടെ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ജോൺ ബോസ്കോയുടെ കാര്യത്തിലും സെയിം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞ നല്ല മരണത്തിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് വെന്തിങ്ങ. യോദ്ധാവിനൊരു കവചം എന്നതുപോലെ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും വെന്തിങ്ങ കാരണമായിട്ടുണ്ട്. അതിന് അനേകം ദൃക്സാക്ഷികളും ഉണ്ടായിട്ടുണ്ട്. ഓ, ഗ്രേറ്റ്. അതെന്താ സംഭവം? 1981 മെയ് 13 വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ തന്റെ ജീവൻ സംരക്ഷിക്കപ്പെട്ടത് സ്ഥിരമായി ധരിക്കുന്ന ഉത്തിരിയമാണെന്നാണ് ഉറച്ചു വിശ്വസിച്ചത്. പപ്പ എന്താ? ഒരു വെന്തിങ്ങ തരൂ. അപ്പൊ നിന്റെ കഴുത്തിലുണ്ടായിരുന്ന വെന്തിങ്ങ എവിടെ പോയി? അത് കുളിക്കുമ്പോ പൊട്ടിപ്പോയി. ഞാൻ പിന്നെ ഓർത്തില്ല. അപ്പൊ അത് മാതാവ് ഓർമ്മിപ്പിച്ചതാ ഉത്തിരിയത്തിന്റെ മഹത്വം അറിഞ്ഞ് ധരിക്കാൻ. എന്റെ കിറ്റ് അവിടെ പോയി? അത് പ്രയർ റൂമിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അമൽമോളെ, ഉലയാത്ത മനസ്സുകളില്ല. എന്നാൽ ഉലയുന്ന മനസ്സുകൾക്ക് ഒരു കവചമാണ് ഉത്തിരിയം. സ്വർഗത്തിലേക്കുള്ളൊരു വിസ.